സംസ്ഥാനത്ത് റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികളുടെ രാപ്പകൽ സമരം. വേതന പരിഷ്കരണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് നാളെ വൈകുന്നേരം വരെയുള്ള സമരം. ജനങ്ങൾക്ക് റേഷൻ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറെന്നും മന്ത്രി 24നോട് പറഞ്ഞു. ജനങ്ങൾക്ക് അരി നിഷേധിക്കുന്ന ഒരു നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. ദേശീയ പണിമുടക്ക് നടക്കുന്ന സമയത്ത് പോലും പാലും അതുപോലെ റേഷൻ കടകളിലെ സാധനങ്ങളും ലഭ്യമാക്കാനുള്ള നടപടിയാണ് സാധാരണ സ്വീകരിക്കുന്നത്. റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തി ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അത് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പണിമുടക്ക് കൊണ്ട് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് ലഭ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണിമുടക്കിൽ നിന്ന് പിന്മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിന് അവരുമായി ചർച്ച നടത്തി ഉണ്ടാക്കിയ ധാരണകളാണ് പൊതു ചർച്ചകളിൽ പരസ്യമായി തന്നെ ധനമന്ത്രി ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അത് തൃപ്തരല്ലെങ്കിൽ ഇനി വീണ്ടും ചർച്ച ചെയ്ത് പരിഹരിക്കാം. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം മാലിക്, എന്താണ് ഈ റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ? മന്ത്രിയുടെ പ്രതികരണത്തെ അവരെങ്ങനെ കാണുന്നു? വേണു, റേഷൻ വ്യാപാരികൾ ഏറെക്കാലമായി സർക്കാരിന് മുന്നിൽ വെക്കുന്ന ആവശ്യങ്ങൾ അത് പലതവണ ചർച്ചയായി ഉൾപ്പെടെ മുന്നിൽ വന്നതാണ്. പക്ഷേ അനുകൂലമായ ഒരു മറുപടി ലഭിക്കാത്തതിനാലാണ് സർക്കാർ അനുകൂല സംഘടനകൾ ഉൾപ്പെടെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് തിരിഞ്ഞത്. പ്രധാനപ്പെട്ട ഇവരുടെ ആവശ്യം റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ കോവിഡ് കാലത്ത് നൽകിയ കിറ്റിന്റെ കമ്മീഷൻ നൽകുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, KTPDSന്റെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ധനമന്ത്രിയെയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായും ഇവർ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷവും അതിലൊരു ധാരണയാവാത്തതിനെ തുടർന്നാണ് സമരത്തിലേക്ക് തന്നെ കടന്നത്. പ്രത്യേകിച്ചും TP രാമകൃഷ്ണൻ MLA പോലുള്ള CITUവിന്റെ നേതാക്കന്മാർ തന്നെ, ഇടതുമുന്നണിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നത് തന്നെ സർക്കാരിനെയും പ്രത്യേകിച്ചും ഭക്ഷ്യവകുപ്പിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിരോധത്തിലാകുമ്പോഴും ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഈ നിലപാട് ഇപ്പോഴും ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്ക് അരി നിഷേധിക്കുന്ന നിലപാട് അത് ആര് സ്വീകരിച്ചാലും അത് ആ നിലയിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ദേശീയ പണിമുടക്ക് നടക്കുന്ന പശ്ചാത്തലത്തിൽ പോലും ഇത്തരത്തിൽ റേഷൻ സ്ഥാപനങ്ങളെ ഒഴിവാക്കലാണ് പതിവ്. പക്ഷേ ഇതിവിടെ അത് ഉണ്ടായില്ല. ചർച്ച നടത്തി ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നതെല്ലാം റേഷൻ വ്യാപാരികളോട് ചെയ്യും എന്ന് അറിയിപ്പ് നൽകിയിരുന്നു. ഏറ്റവും അവസാനം വരെയും പണിമുടക്കിൽ നിന്ന് പിന്മാറുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. ഇനിയും തൃപ്തരല്ലെങ്കിൽ വീണ്ടും ചർച്ച നടത്താം എന്നുകൂടി മന്ത്രി പറയുകയും ചെയ്യുന്നു. വേണു, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.